ദില്ലി സമരം ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ ശക്തിയാർജിച്ച് വരികയാണ്. എല്ലാ എതിർപ്പുകളെയും അടിച്ചമർത്തലുകളെയും അതിജീവിച്ചുകൊണ്ട് സമരം മുന്നേറുന്നു. ദില്ലിയിലേക്ക് ചെറുപ്പക്കാരുടെ വിദ്യാർത്ഥികളുടെ ഒഴുക്കാണ് എന്ന് പറയാം. വലിയ സമരമായി മാറുന്നു. ദില്ലിയിൽ നിന്ന് സമരം എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും പ്രതിഷേധങ്ങൾ ഉയരുന്നു. അടിച്ചമർത്താമെന്ന വ്യാമോഹം ഉപേക്ഷിച്ച് ചർച്ചയ്ക്ക് തയ്യാറാകുന്നു കേന്ദ്ര സർക്കാർ. ഈ സമരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, സെലിബ്രിറ്റികൾ കൂട്ടമായി സമരത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുന്നു എന്നതാണ്. രഞ്ജിനി ഹരിദാസ് കൊച്ചിയിൽ നിന്ന് സമരപ്പന്തലിലെത്തി ദില്ലിയിലെത്തി സമരത്തിന് പിന്തുണ അർപ്പിച്ചു. സമരത്തിനെതിരെ പോലീസിന്റെ അതിക്രമമുണ്ടായപ്പോൾ അവിടെ ഉണ്ടായിരുന്നു രഞ്ജിനി ഹരിദാസ്. കേരളത്തിൽ സെലിബ്രിറ്റികൾ ഒന്നൊന്നായി സമരത്തിന് പിന്തുണ അർപ്പിച്ച് രംഗത്ത് വരികയാണ്. വിസ്മയ മോഹൻലാൽ, ടൊവിനോ തോമസ്, മീനാക്ഷി, ഗ്രേസ് ആന്റണി, കുഞ്ചാക്കോ ബോബൻ, നിഖില, ഇന്ദ്രജിത്ത്, പൃഥ്വിരാജ്, അങ്ങനെ നിരവധി പേർ ഇതിനകം രംഗത്ത് വന്നു. അതിൽ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാലിന് എതിരെ വലിയ തോതിൽ സൈബറാക്രമണവും നടന്നു സംഘപരിവാറുകാരുടെ ഭാഗത്തു നിന്ന്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ സമരത്തിന് കൂടുതൽ പേർ പിന്തുണ അറിയിച്ച് രംഗത്ത് വരുന്നു. അപ്പോഴാണ് ഒരാളുടെ പിന്തുണ ശ്രദ്ധേയമാകുന്നത്. അതിന് ഒരു കാരണമുണ്ട്. അതാരുടേതാണ്? അഹാന കൃഷ്ണകുമാറിൻ്റേത്. കൃഷ്ണകുമാർ BJP നേതാവാണ്. നാഷണൽ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ചെയർമാനാണ്. BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ്. ഞാനൊരു സംഘിയാണ്, സംഘപരിവാറുകാരനാണ് എന്ന് പരസ്യമായി പറഞ്ഞ ആളാണ്. RSSലൂടെയാണ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത് എന്ന് പറഞ്ഞ ആളാണ്. എന്ന് വെച്ചാൽ BJPയുടെ നേതാവാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം സമരത്തിന് എതിരെ രംഗത്ത് വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത് കാശ്മീരിലെ കല്ലേറ് നിർത്തി, പിന്നെയാ ഡൽഹി എന്നാണ്. കാശ്മീരിൽ പോലീസിനെതിരെ കല്ലേറ് നടക്കാറുണ്ട് മുമ്പൊക്കെ, അത് നിർത്തി, ഇപ്പോൾ നടക്കുന്നില്ലല്ലോ, പിന്നെയാണോ ഡൽഹി ഈ സമരമൊക്കെ അടിച്ചമർത്തും എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത്. ഇപ്പോഴിതാ കൃഷ്ണകുമാറിന് എതിരെ രംഗത്ത് വന്നിരിക്കുന്നു അഹാന കൃഷ്ണകുമാർ. അഹാന കൃഷ്ണകുമാർ പറയുന്നു, അഹാന കൃഷ്ണകുമാറിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: തങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങൾ കാരണം ഒരു കുട്ടിയുടെ പ്രതീക്ഷകൾ തകർന്നടിയുന്നത് കാണുന്നത് തികച്ചും വേദനാജനകമാണ്. ഓരോ പരീക്ഷയ്ക്ക് പിന്നിലും നമ്മൾ എപ്പോഴും കാണാത്ത ഒരു കഥയുണ്ട്. വർഷങ്ങളുടെ തയ്യാറെടുപ്പുകൾ, ത്യാഗങ്ങൾ, കഠിനാധ്വാനം നമ്മെ എവിടെയെങ്കിലും എത്തിക്കുമെന്ന ഉറച്ച വിശ്വാസം. ഓരോ വാർത്താ തലക്കെട്ടുകൾക്ക് പിന്നിലും നിഷ്കളങ്കമായ സ്വപ്നങ്ങളുള്ള കുറച്ച് ചെറുപ്പക്കാരും അവരുടെ മികച്ചൊരു ഭാവി പ്രതീക്ഷിച്ചു കഴിയുന്ന കുടുംബങ്ങളുമുണ്ട്. വർഷങ്ങളോളം പരീക്ഷയ്ക്കായി തയ്യാറെടുത്തിട്ട് പരീക്ഷയുടെ തലേ ദിവസം അത് റദ്ദാക്കപ്പെട്ടപ്പോൾ തളർന്നുപോയ സുഹൃത്തുക്കളെ ഞാൻ അടുത്തറിഞ്ഞിട്ടുണ്ട്. അത് എത്രത്തോളം ദാരുണമാണെന്നും അത് അവരുടെ പ്ലാനുകളെ മാത്രമല്ല നീതിയെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പങ്ങളെ തന്നെ എങ്ങനെയൊക്കെയാണ് തകർത്തു കളയുന്നതെന്നും കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപോലെയല്ല. സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബത്തിലെ കുട്ടിയെ സംബന്ധിച്ച് തിരിച്ചടികൾ കേവലം ഒരു തിരിച്ചടി മാത്രമായിരിക്കാം. എന്നാൽ വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ കുട്ടിയെ സംബന്ധിച്ച് അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരേയൊരു വഴിയാണ് വിദ്യാഭ്യാസം. ആ വിശ്വാസം തകരുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്നത് വെറുമൊരു പരീക്ഷ മാത്രമല്ല, ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷകൾ കൂടിയാണ്. ഇത്തരം വീഴ്ചകൾക്ക് ഉത്തരവാദികളായവർ ആരായാലും യാതൊരു ഇളവുകളുമില്ലാതെ അവർ വിചാരണ ചെയ്യപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും വേണം. സുതാര്യവും നീതിയുക്തവും തങ്ങളുടെ വിശ്വാസത്തിന് അർഹവുമായ ഒരു സംവിധാനം നമ്മുടെ കുട്ടികൾ അർഹിക്കുന്നുണ്ട്. ഒരു കുട്ടിക്കും ഇനി ഇത്തരം ഭാരങ്ങൾ പേറേണ്ടി വരില്ലെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഒരിക്കൽ നൽകിയ പ്രതീക്ഷകൾ, ഇത്തരം വീഴ്ചകൾക്ക് ഉത്തരവാദികളായവർ ആരായാലും യാതൊരു ഇളവുകളുമില്ലാതെ അവർ വിചാരണ ചെയ്യപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും വേണം. സുതാര്യവും നീതിയുക്തവും തങ്ങളുടെ വിശ്വാസത്തിന് അർഹവുമായ ഒരു സംവിധാനം നമ്മുടെ കുട്ടികൾ അർഹിക്കുന്നുണ്ട്. ഒരു കുട്ടിക്കും ഇനി ഇത്തരം ഭാരങ്ങൾ പേറേണ്ടി വരില്ലെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഒരിക്കൽ നൽകിയ പ്രതീക്ഷകൾ ഇത്ര എളുപ്പത്തിൽ ഇല്ലാതാകാതിരിക്കുന്ന ഒരു നാളേക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് അഹാന കൃഷ്ണ തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഒരിക്കൽ നൽകിയ പ്രതീക്ഷകൾ ഇത്ര എളുപ്പത്തിൽ ഇല്ലാകാതിരിക്കുന്ന ഒരു നാളേക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് നാളേക്ക് വേണ്ടി സ്വപ്നം കാണുന്നു അഹാന കൃഷ്ണകുമാർ. എന്നാൽ കൃഷ്ണകുമാർ കഴിഞ്ഞ ദിവസം ഇട്ട പോസ്റ്റിൽ വളരെ രൂക്ഷമായാണ് സമരത്തെ വിമർശിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് കാശ്മീരിലെ കല്ലേറ് നിർത്തി, പിന്നെയാ ഡൽഹി. ഇതാണ് അദ്ദേഹത്തിൻ്റെ വാക്ക്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ വാക്ക് പറഞ്ഞിരിക്കുന്നത്. കാശ്മീരിലെ കല്ലേറ് നിർത്താൻ അറിയാമെങ്കിൽ പിന്നെയാ ഡൽഹി എന്ന്. അതിനുശേഷം അവസാനം ജയ് ഹിന്ദ് എന്നുകൂടി ചേർത്ത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. 4 വാക്കിൽ അദ്ദേഹം കാര്യം പറഞ്ഞു പോകുന്നു. എന്ന് വെച്ചാൽ കാശ്മീർ ശാന്തമാക്കി BJP, ദില്ലിയും ശാന്തമാക്കും. കാശ്മീരിലെ സമരങ്ങൾ കല്ലേറ് അടിച്ചമർത്തി BJP, ദില്ലിയിലെ സമരവും അടിച്ചമർത്തും എന്നും. ഇതാണ് കൃഷ്ണകുമാറിന്റെ വാക്ക്, BJP നേതാവായ കൃഷ്ണകുമാറിന്റെ വാക്ക്. എന്നാൽ നേരെ മറുപുറത്താണ് നിൽക്കുന്നത് അഹാന കൃഷ്ണകുമാർ. അവർ ഈ സമരത്തിന് പൂർണ്ണ പിന്തുണയുമായി രംഗത്ത് വരുന്നു. നല്ല നാളേക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് അഹാന കൃഷ്ണകുമാർ അവസാനിപ്പിക്കുന്നത് എന്നോർക്കണം. ഈ സമരം നല്ല നാളേക്ക് വേണ്ടിയിട്ടാണ്. ആരാണ് കുറ്റക്കാർ? അവർ ശിക്ഷിക്കപ്പെടണം, അത് ആരായാലും എന്നുകൂടി പറയുന്നുണ്ട് അഹാന കൃഷ്ണകുമാർ. എന്തായാലും കൃഷ്ണകുമാറിന് നേരെ എതിർപക്ഷത്ത് നിൽക്കുന്നു അഹാന കൃഷ്ണകുമാർ. നല്ലത് തന്നെയാണ്. സ്വന്തമായ അഭിപ്രായമുണ്ടാകുന്നത് അത് അഹാന കൃഷ്ണകുമാർ തുറന്ന് പ്രകടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഒരു ബിഗ് സല്യൂട്ട് നൽകണം അഹാന കൃഷ്ണകുമാറിന്. അവരുടെ വാക്കുകൾ അത്രയ്ക്കും കൃത്യവും സൂക്ഷ്മവും അതോടൊപ്പം തന്നെ കൊള്ളേണ്ടിടത്ത് കൊള്ളുന്നതുമാണ്.